പതിനേഴിൻ്റെ പൂങ്കരളിൽ പാടത്തു പൂവിട്ടതെന്താണ്? പറയാതിൻ്റെ പൂങ്കരളിൽ മാറത്ത് നീ തൊട്ട മറുകാണ്. പറയൂ പറയൂ നീ നല്ലഴകേ. പണിനീർച്ചെടിയോ പാൽമുല്ലകളും മോളെ, ഇത് ഐഡിയ സ്റ്റാർ സിംഗർ പരിപാടിയൊന്നും അല്ല, ആക്ടിംഗ് ആണ്, ആക്ടിങ്. എന്നാ പാടാനൊരവസരം. അസിസ്റ്റന്റ്, ഭയങ്കര നോയ്സ്. പേടിക്കണ്ട, സംഭവം പാട്ട് നന്നായിട്ടുണ്ട്. പുള്ളിക്ക് ഇതിനെ പറ്റി വലിയ വിവരമില്ലാത്തതുകൊണ്ടാണ്. പടമൊക്കെ അപ്പം ഇങ്ങനെയുള്ളതാണ്. ഈ പടത്തിന്റെ പേരെന്താ? പടത്തിന്റെ പേര് ഷട്ടിലൊരു തൊട്ടി. പോരല്ലേ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പുള്ളിക്ക് എന്നെ വളർത്താൻ അനുവദിക്കില്ല. ഞാൻ ഭയങ്കര സംഭവമാണ്. ഞാനൊരു പടം എടുക്കുന്നുണ്ട്. അന്ന് മോൾക്കൊരു ചാൻസ് തരേ. ആ പടത്തിന്റെ പേരെന്താ? സവാളത്തോട്ടത്തിലെ സാമ്പാർ തൊടി. എനിക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര സംഭവമാണ്. ഈ നമ്പറും തരും. രാത്രി ചാച്ച നേരത്ത് പാട്ടിട്ട് ഉറങ്ങാനാ. തമിഴ് വേണോ മലയാളം വേണോ? തമിഴ റൊമാൻറ്റിക് കൂടുതലും കേട്ടിട്ടുള്ളൂ. എന്നാ കെട്ടിപ്പിടി കെട്ടിപ്പിടി ആയാലോ? കെട്ടിപ്പൊടി കെട്ടിപ്പൊടി മതി. ശരി, കെട്ടിപ്പൊടി കെട്ടിപ്പൊടിയിട കണ്ണാള് കണ്ടപ്പാട കെട്ടിപ്പൊടിയിട. എന്ത് കുതിര? ആ, നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഓഡിഷന് വരുന്ന പെമ്പിള്ളേരുടെ അടുത്ത് തക്കിട തരികട കാണിച്ച് ഇളക്കാൻ നിൽക്കരുത്. ചാളായി. മാന്യ സദസ്സിന് വന്ദനം. ഇരിക്കൂ. വേണ്ട സർ, ഞാൻ നിന്നോളാം. പറയുന്നത് അനുസരിക്കുന്നവരെയാണ് എനിക്കിഷ്ടം. ഓക്കെ, കുട്ടി പൂച്ചയുടെ സൗണ്ട് എടുക്കാൻ അറിയോ? ആ, അങ്ങനെയല്ലേ സർ? ഏതെങ്കിലും പൂച്ച ഇങ്ങനെ അക്ഷരമാല പറഞ്ഞ് കരയണ കണ്ടിട്ടുണ്ടോ? മ്യാവ് ക്യാവ് ABCD. ശരിക്കും പൂച്ച കരയുന്നത് അങ്ങനെയാണ്. മര്യാദയ്ക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അതിങ്ങനെ ഇന്നത്തെ തലമുറയ്ക്ക് ഒബ്സർവേഷൻ ഉണ്ടോ? സോറി സർ. ഓക്കെ, ഞാൻ ഒരു സീൻ തരാം. അതായത് താനൊരു കാമുകിയാണ്, തൻ്റെ കാമുകൻ മരിക്കാൻ കിടക്കുകയാണ്. ആത്മാവ് ഇങ്ങനെ വിട്ടുപോവാൻ പോണ സമയമാണ്. താൻ കരഞ്ഞ് ആത്മാവിനെ അവിടെ പിടിച്ചു നിർത്തണം. ഒന്ന് അഭിനയിച്ചാണ് ചെയ്യും. ഓക്കെ സർ. ഓക്കെ. അസിസ്റ്റന്റ്, അതെ കുട്ടി, ഇങ്ങനെയല്ല. അത് നമ്മുടെ പുണ്യപുരാതനമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഈ പുണ്യപുരാതന ഇങ്ങനെ ഉപയോഗിക്കുകയാണോടാ? ഈ പുണ്യപുരാതനമായിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അത് വേറൊരു രീതിയിലാണ് അതിന് പറയേണ്ടത്. അതിനൊരു ഡയലോഗൊക്കെ ഉണ്ട്. അസിസ്റ്റന്റ്, ഡയലോഗ് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അതായത് ഈ നാച്ചുറലായിട്ട് പറയാം. തപോവനത്തിലെ തമ്പുരുവിൻ്റെ തന്ത്രികളെ നിശബ്ദമാക്കി വിസ്മൃതിയിലേക്ക് പോയ കുമാര ഈ മന്ത്രദീക്ഷ എടുക്കാൻ മന്ദസ്മിതത്തോടെ മടങ്ങി വരും. ഒന്നുകൂടെ പറയൂ. എത്ര വട്ടം വേണമെങ്കിൽ പറയാം. നോട്ടി. തപോവനത്തിലെ തമ്പുരുവിൻ്റെ തന്ത്രികളെ നിശബ്ദമാക്കി വിസ്മൃതിയിലേക്ക് പോയ കുമാര ഈ മന്ത്രദീക്ഷ എടുക്കാൻ മന്ദസ്മിതത്തോടെ മടങ്ങി വരും. തപോവനത്തിൽ തപസ് ചെയ്ത് എമ്പുരാന്റെ മന്ത്രിനെ അറസ്റ്റ് ചെയ്തു. പിന്നെന്താ? എനിക്കറിയില്ല. എന്താ സാർ ഇത്? ഇതൊന്നും ശരിയാവില്ല. ഇത് ഇല്ല സാർ, സോറി സാർ, എനിക്ക് ഒരു ചാൻസ് കൂടെ തരൂ. ഓട്ടെ സാർ, ഒരു അവസരം കൂടെ കൊടുക്ക്. ആവല്ലേ. ഒരു കാര്യം ചെയ്, താനൊരു കലക്കം പോലീസ് ഓഫീസറാണ്. തനിക്ക് ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരനായിട്ടുള്ളൊരു തെമ്മാടിയെ കയ്യിൽ കിട്ടി. ക്വസ്റ്റ്യൻ ചെയ്താണ് ചെയ്യും.
ഷാളെ അത്തേമാടി ഞാനാണ്. ഓക്കെ. അതെ, ഇതൊക്കെ ശരിക്കും അഭിനയിക്കണോ? ആൾ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും റെഡിയല്ല. സത്യത്തിൽ അതിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷെ പുള്ളിക്ക് അതിനുള്ളൊരു പാങ്ങില്ല. പക്ഷെ കുറച്ചാളെയും ഞാനൊരു പടം എടുക്കുന്നുണ്ട്, സവാളത്തോട്ടത്തിൽ സാമ്പാർ തുള്ളി, അതിൽ മൊത്തം മതിയ. അതെ, എൻ്റെ ക്യാരക്ടർ ഇടിക്കൂ. ചെറിയ രീതിയിലൊന്നും തലവിടാം. ഓക്കെ. എനിക്ക് ഏകദേശം എത്ര പ്രായം ഉണ്ടാവും? അതിപ്പോൾ ആവശ്യത്തിന് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. ആണല്ലേ. പിന്നെ ഈ പിടിച്ചത് കഞ്ചാവാണോ മയക്കമരുന്നാണോ? അത് എന്താണ് മുടിഞ്ഞ ചെയ്യണില്ലേ? സർ, ഷൂട്ട് ചെയ്യണമെങ്കിൽ യൂണിഫോം ഒക്കെ വേണ്ടേ? യൂണിഫോം എത്ര യൂണിഫോം വേണം? ഒക്കെ സെറ്റാണ് ഇവിടെ. ആണോ? പോയിട്ട് വരെ വയ്യ. നീ കഞ്ചാവിന് അടിക്കുകയാണല്ലോടാ. എന്ത് കരുതേ പോലീസ് ഓഫീസറൊന്നും വേണ്ട, മര്യാദയ്ക്ക് ജോയിൻ ചെയ്താൽ മതി കേട്ടാ. ആക്ഷൻ. പേരെന്താടാ? പേരെന്ന് പറയുമ്പോ ഒരു പേര്. പേര് പറയടാ. രമേശ്. വട്ടപ്പേര് പറയടാ. പേര് ഹാൻസ് രമേശ്. ആ, നീയല്ലേ ഹാൻസ് രമേശ്? എന്നിട്ട് സാറേ ഇത് സോറി സർ, ക്യാരക്ടർ ക്യാരക്ടർ. നീ എങ്ങനെയാടാ പൊടി കടത്തുന്നേ? അതിപ്പോ അരിപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഇതൊക്കെ എങ്ങനെ കടത്തണേ ആൾക്കാർ? വാസിലുള്ളതുകൊണ്ടല്ലേ. പോലീസിന്റെ അടുത്ത് മാസിൽ കാണിക്കും. പൊടി കടത്തുന്ന കാര്യം പറ. കുനിയണോ? പൊടി കടത്തണ കാര്യം കഥയായിട്ട് പറയണോ നോവലായിട്ട് പറയണം? പോക്കറ്റില്ല. ഇല്ല. പോക്കറ്റില്ലാത്ത ശബ്ദം നീടുന്നേ. അതെ. എടാ പുല്ലേ, നീയൊക്കെ കുറെ കല്ലും പുല്ലും ഒക്കെ വലിച്ചു കയറ്റി കിറങ്ങി ഇവിടുത്തെ പിള്ളേരെയും പഴപ്പിച്ച് പോക്കറ്റ് എന്താ വെച്ചാൽ കോണ്ടസയിലും ബെഞ്ചിലൊക്കെ കയറി നിറങ്ങുമ്പോ ഇവിടെ അനാഥാവുന്ന ഒരു തലമുറയുണ്ട്. അവർക്കൊക്കെ ഒരു കുടുംബമുണ്ട്. അതിന്റെ ഗണ്ണം കയ്യിൽ കാശ് ഉണ്ടാവുന്നതിന്റെ തലയിൽ കയറില്ല. ഇനി വല്ല ഗ്യാങ്ങിൽ പോയാലോ അപ്പൊ തന്നെ പൊടി എടുത്താലോ പുക എടുത്താലോ ലൈൻ ഇട്ടാലോ എന്നൊക്കെ പറഞ്ഞ് പായസം കുടിക്കുന്ന പോലെയുള്ള കെമിക്കലും വലിച്ചു കയറ്റി റോട്ടിൽ കൂടെ ബോധമില്ല എന്ന് പറഞ്ഞ സോംബികളെ പോലെ കിറങ്ങി എല്ലാ അറാമ്പറപ്പും കാണിച്ചു വെച്ച് ബോധം വരുമ്പോ ഗംഗയെ പോലെ നകുലേട്ടാ ഞാനിപ്പോ എന്താ ചെയ്തതെന്ന് ചോദിച്ച് കിള്ളി പോലെ നിഷ്കളങ്കമായ നിപ്പുണ്ട്. അത് കാണുമ്പോഴാ അവനും അവന്റെ കിളി, നിന്റെ കിളിനെ ഞാനിപ്പോ പാർപ്പിച്ച് തരാടാ. ലീനാമേ കൊല്ലവനെ. എന്തത്? ക്യാരക്ടർ തലക്ക് പിടിച്ചതാ. കൊള്ളാം. താങ്ക് യു സർ. ഒരു കാര്യം ചെയ്യ്, ഇനി ഒരു കുതിരയുടെ കുളമ്പടി ഒന്ന് അഭിനയിച്ചു കാണിക്കും. എന്തേ? അല്ല സർ, ഇത് മൂവിയുടെ ഓഡിഷൻ അല്ലേ, അല്ലാതെ വോഡഫോൺ കോമഡി സ്റ്റാർസ് ഒന്നും അല്ലല്ലോ. എന്താ സാറിനെ കളിയാ? അല്ല സോറി സർ. ഷാളെ കുട്ടി, മൃഗാനുകരണം മൃതശീർഷ മാർഗം തദാനു ഭാഷ സ്വമേവ സർവം എന്നാണ്. പിന്നല്ലേ? അങ്ങനെയല്ലേ. ഒരു നടനം എന്ന് പറയുന്നത് യഥോ ഹസ്തസ്തോ ദൃഷ്ടിസ്തോ ഹസ്ത യഥോമന. കണ്ണെത്തുന്നിടത്ത് കൈ എത്തണം. ഇതൊന്നും അറിയാതെയാണ് വന്നത്. ഇതൊക്കെ ഭയങ്കര സ്ട്രെയിൻ അല്ലേ സർ? എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. കുട്ടി, ഇതൊക്കെ എന്ത് സ്ട്രെയിൻ? ഞങ്ങൾ ഡയറക്ടേഴ്സിന്റെ സ്ട്രെയിനെ കുറിച്ചിട്ട് കുട്ടിക്ക് വല്ല ധാരണയുണ്ടോ? നിങ്ങൾക്കൊക്കെ എന്ത് കഷ്ടപ്പാടാണ് സർ? ഫുൾ സുഖല്ലേ? അത് വളരെ വളരെ ശരിയാണ്. എന്ത് ശരി? ഒരു ശരിയല്ല ഷാളെ. കൊച്ചേ, കൊല്ലത്തിലൊരിക്കൽ സെറ്റാവുന്ന പടം. ആ പടം ചെയ്യുന്നതിന് മുമ്പും കഴിഞ്ഞാലും ഫുൾ പണിയില്ലാതെ വീട്ടിലിരിക്കും. ഒരു പടം തുടങ്ങി സെറ്റായി നിർമ്മാതാവിനെ കണ്ടുപിടിച്ച് വരുമ്പോൾ അപ്പോൾ വരും മാർക്കറ്റുള്ള നടന്ന് കണ്ടുപിടിക്കാനുള്ള ടാസ്ക്. പിന്നെ ഊരുതൻ്റെ കഥ പറച്ചിലാണ്. സ്ക്രിപ്റ്റ് ഇഷ്ടമായതിന് പ്രൊഡ്യൂസർ ഇഷ്ടമില്ല, രണ്ടും ഇഷ്ടമായതിന് ബഡ്ജറ്റ് ഒക്കെ ഇല്ല. എല്ലാം ശരിയാകുമ്പോൾ നായിക ശരിയാവണമെന്നില്ല. പിന്നെ കറണ്ട് അടിക്കുന്ന പോലെ ഡേറ്റ് ക്ലാഷ്, ലൊക്കേഷൻ നോക്കി പോയ പൗരസമിതിയുടെ പ്രശ്നങ്ങൾ, സ്ക്രിപ്റ്റിലെ കറക്റ്റ്നെസ് തപ്പിയുള്ള പ്രശ്നങ്ങൾ, വെയിൽ, മഴ, മഞ്ഞ്, ഉരുൾപൊട്ടൽ, ഇതെല്ലാം തന്നെ ഒരു സംവിധാനം തന്നെ ഡീൽ ചെയ്യണം. നമുക്ക് കറക്റ്റ് സാർ കഴിഞ്ഞിട്ടില്ല.
പടം തുടങ്ങിയാൽ തെറി, സെറ്റ് ഇട്ട് കറക്റ്റ് ടൈം ഷൂട്ട് നടന്നില്ലേ തെറി, വരുന്ന ആർട്ടിസ്റ്റിന് മാർക്കുള്ള ഹീറോയിസും കൊടുത്തില്ലേ തെറി, എഡിറ്ററുടെ മൂടി ഞങ്ങൾ സംവിധായകരുടെ മൂടി തമ്മിലുള്ള ക്ലാഷ് ഓഫ് ദ ടൈറ്റൽസ് വേറെ, എല്ലാം കഴിഞ്ഞ് സെൻസർ ബോർഡിൽ തെറി. പിന്നെ ടെൻഷനായി, ഡിപ്രഷനായി, കംപ്ലീറ്റ് അസുഖങ്ങളായി, ഉള്ള മൂടിയൊക്കെ പോയുള്ള കഷണ്ടി തല ഇതിനോടൊപ്പം ഫ്രീ. അവസാനം പടം ഇറങ്ങിയാലോ നാട്ടുകാരെ തെറി മേടിക്കണം. Shall I remind you something? A director is a person who controls the film artist and dramatic aspect, the visualize the screenplay or script, while guiding the film crew and the actor in the fulfillment of that vision. അതാണ് ഡയറക്ടർ. അല്ലാതെ മോള് പറയുന്ന പോലെ ഡയറക്ടേഴ്സ് വെറും ഇതല്ല. എൻ്റെ അടുത്ത കളി താഴ്ത്തിക്കലടി ഞാൻ എൻ്റെ സാറിനെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ കഷ്ടപ്പാടാണെങ്കിൽ ഇതൊക്കെ നിർത്തിയിട്ട് സാർക്ക് വേറെ വല്ല പണിക്കും പോക്കൂടെ? അത് വിടുകുട്ടി, പാഷനെ ഫോളോ ചെയ്യുക, അതിനുവേണ്ടി രാപ്പകലില്ലാതെ ഓടുക, അതാണ് ഞങ്ങളുടെ ലൈഫ്. സബ്ജക്റ്റ് ആലോചിച്ച് KSRTC കയറി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ റൂമിരിപ്പ്, മീറ്റിംഗ്, കുത്തിയിരിപ്പ്, ഉറക്കമിരിപ്പ്, ഇതൊക്കെ എന്തിനാ? പാഷനെ ഫോളോ ചെയ്യും. അതായത് ഞങ്ങളുടെ യൗവനം ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇതിനു വേണ്ടി സംസ്കരിക്കും. നല്ല പെണ്ണ് കിട്ടില്ല, നല്ല ജോലി കിട്ടില്ല, ശമ്പളം കിട്ടില്ല, ഇവനെപ്പോലുള്ള അസിസ്റ്റന്റുമാർ വരെ തെറി പറഞ്ഞിട്ട് പോകും. എന്തിനാ? പാഷനെ ഫോളോ ചെയ്യാം. സാർ മനസ്സിൽ രണ്ടു വട്ടം തെറി വിളിച്ചെന്നല്ലാതെ മനസ്സാവാതെ ഞാൻ ശാപിക്കുന്ന നിന്നെ ആട്ടെങ്കിൽ നീ ഇവിടെ ഇരുന്നോ? നമ്മളെന്താ പറഞ്ഞത്? പാഷനെ ഫോളോ ചെയ്യാം. പാഷനെ ഫോളോ ചെയ്യാൻ അല്ല, പാഷനെ ഫോളോ ചെയ്യാനൊന്നും അല്ല, വെള്ളിത്തിരയിൽ അവസാനം സംവിധായകൻ എന്ന് പറയുന്ന പേര് എഴുതി കാണിക്കുക, അതിനാണ് നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത്. സാർ, ഈ വെള്ളിത്തിരയുടെ സംവിധായകൻ എന്ന് പറയുന്നത് ഭദ്രൻ സാർ അല്ലേ? അപ്പോൾ സാറിൻ്റെ പേര് അതിൽ എഴുതി കാണിച്ച അതെങ്ങനെ ശരിയാണ്? ഷാളായി അല്ല, ആ കുട്ടി പറഞ്ഞാലും കാര്യമുണ്ടല്ലോ സാർ. സാറില്ല സാർ, പോട്ടെ. സാറിന് എന്തായാലും നല്ലൊരു പെണ്ണെ കിട്ടും. അവളെ പെണ്ണല്ല പ്രശ്നം. അതെ, സാറിന് 4 പെണ്ണേഴ്സ് വരെ ഉണ്ട്. സാർ എന്തായാലും ഈ പടം ഹിറ്റായി കഴിഞ്ഞാൽ സാറിന്റെ തലവര തന്നെ മാറും. ശരിയാണ്, തലവര മാറും. എന്ത് മാറാൻ? ഒരു ശരിയല്ല, ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ഹിറ്റ് ഉണ്ടെങ്കിൽ പിടിക്കാൻ കുടയും ഓടിക്കാൻ കാറും വെള്ളടിക്കാൻ കൂട്ടുകാരും ഇൻ്റർവ്യൂ എടുക്കാൻ യൂട്യൂബ് ചാനലും ഒക്കെ ഉണ്ടാവും. പക്ഷേ എടുക്കുന്ന പടം ഒന്ന് പൊട്ടിയാണ്ടല്ലോ, ഒരു പട്ടിക്ക് നമ്മളെ വേണ്ട. പടം ജയിക്കുന്നവൻ്റെ മാത്രം, തോൽക്കുന്നതിന് ആർക്ക് വേണം? എല്ലാവരും പറയും രാഷ്ട്രീയത്തിൽ മാത്രമാണ് പാരയപ്പും കുതുകാലയപ്പും. ഇതിലേക്കൊന്ന് എടുത്ത് കാൽ വെച്ച് നോക്കണം, അപ്പം മനസ്സിലാവും പണി എവിടെ നിന്നൊക്കെ കിട്ടുന്നു. അവസാനം പണി കിട്ടി കഴിയുമ്പോഴേക്കും നമ്മൾ കളത്തിൽ നിന്ന് പുറത്തായിട്ടുണ്ടാവും. അങ്ങനെ എത്ര പണി സാറിന് കിട്ടിയിട്ടുണ്ടെന്നറിയും. അല്ലെങ്കിലും നമ്മൾ സിനിമക്കാർക്ക് ചോദിക്കാൻ കോടതി നിയമമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരുപാട് പണി സാറിന് കിട്ടിയിട്ടുണ്ട്. കുറേയൊക്കെ സാറിൻ്റെ കയ്യിലിപ്പുണ്ടാവും. മോൾക്കറിയോ, സിനിമക്കാരനൊരു ജീവിതം തന്നെ പോയ ആളാണ്. ആരോഗ്യം, വീട് എല്ലാം നഷ്ടപ്പെട്ടാണ് എൻ്റെ സാറിന്. അവസാനം സ്നേഹിച്ച പെണ്ണ് വരെ സാറിന് ഇട്ടേച്ച് പോയി. ഇനിയിപ്പോൾ അത് ആരോഗ്യമില്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അവസാനം അതിൽ നിന്നൊക്കെ റിക്കവർ ആവാൻ എൻ്റെ സാറ് ബുദ്ധൻ്റെ പാതയില്ല. ഇനി ബുദ്ധനും കൂടി ഇട്ടേച്ച് പോയാൽ സാറിന് ആരുണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ് സാറിനൊരു നല്ല പടം കിട്ടാൻ വേണ്ടി കെട്ടിത്തൂക്കി ചാവാൻ ഞാൻ റെഡി. ഐ ആം റെഡി ടു ഹാങ്. ലവ് യു സർ. കുഴപ്പമില്ല, ഞാൻ സമ്മതിക്കുന്നു. മക്കളും കിടുക. അതായത് ഇമോഷണലായി പോയി സാർ, സോറി. സാർ വിഷമിക്കണ്ട. ഈ പടത്തിന് വേണ്ടി, ഇതിലെ നായികയാവാൻ വേണ്ടി ഞാൻ എൻ്റെ 100% കൊടുക്കും. എന്താ സാർ? നായിക? ഇനി ആര് നായികയാക്കണ്? അല്ല സാർ. എന്ത് സാറ്? കുതിരയുടെ കുളമ്പടി എനിക്കത് ആർക്കും കൂടെ സെലക്ഷൻ ഒന്നും ഇല്ല കേട്ടല്ല. ഈടോ കാല, തന്റെ വിഷമം കൊണ്ടൊന്ന് ആശ്വസിപ്പിക്കാൻ വെറുതെ ഉള്ള തന്നെ സിനിമയൊക്കെ പൊട്ടി പോണേ. നിന്നെ ഞാൻ ഇൻഡസ്ട്രിന്ന് ഔട്ടായിക്കളെ. അതിനെ ആദ്യം താൻ ഇൻഡസ്ട്രി കയറി. അതെ, എൻ്റെ സവാള തോട്ടത്തിലെ സാമ്പാർ തുള്ളിക്ക്. ഓ, ഇനിയിപ്പോൾ അങ്ങനെ ഇനി ആരും ഉണ്ടോ സാർ? അയ്യേ, ഇത് ഏതെങ്കിലും തലേ ചേട്ടാ. അതായത് ഇത് പെൺകുട്ടികളുടെ മാത്രമൊരു ഓഡീഷനാണ്. അപ്പോൾ അതുകൊണ്ട് അല്ല, ഇതെന്താ മോനെ, പെൺപിള്ളേർക്ക് മാത്രം ഓഡീഷൻ, ആൺപിള്ളേർക്കും ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റും, എന്നാലും അല്ല, ഞാൻ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറാണ്. അയ്യേ
അല്ല സാറിനോടൊന്ന് ചോദിച്ചിട്ട്. അത് ശരിയാ, സാറിനോട് ഇന്നത്തെ കാലം ഒന്നും പറയാൻ പറ്റില്ല. സാറിൻ്റെ അഭിപ്രായം ചോദിക്കാം. ഓരോരോ വള്ളി കയറി വരും. ഒരു കണക്കിനാണ് ഈ ഓഡീഷൻ കണ്ട് തീർത്ത് കിട്ടിയത്. സാറിന് വല്ലതും അറിയണോ? ഓഡിഷൻ കഴിഞ്ഞു. ശരിക്കുള്ള ഓഡീഷൻ തുടങ്ങാൻ പോകുന്നില്ലുള്ളൂ.